ഒരിക്കൽ ഓരോ മനുഷ്യനും ഗുരു നാഗസൈരന്ധ്രി ദേവിയുടെ അടുക്കൽ വന്ന് അവരുടെ ജീവിത കഥകൾ പറഞ്ഞിരുന്നു. അവരുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലെ സ്വകാര്യ നിമിഷങ്ങൾ, അവരൊക്കെയും ചെയ്തിട്ടുള്ള സ്വകാര്യതകളും അവരുടെ ജീവിതവും ആ ജീവിതത്തിൻ്റെ സുഖങ്ങളും ദുഃഖങ്ങളും ഒക്കെയും അതിലുണ്ടായിരുന്നു. അവരുടെ ആ പറച്ചിലുകളിലൊക്കെയും അവരുടെ ബന്ധുജനങ്ങളുണ്ടായിരുന്നു, അവരുടെ സുഹൃത്തുക്കളുണ്ടായിരുന്നു, അവരുടെ കൂട്ടുകാരുണ്ടായിരുന്നു. ബന്ധുക്കൾ അവരോട് പലതും പ്രവർത്തിക്കുന്നതും അതിലെ ചതിയും വഞ്ചനയും പറഞ്ഞിരുന്നു. കൂട്ടുകാരുടെ ചതിയും വഞ്ചനയും പരിഹസിക്കലും കളിയാക്കലുകളുമൊക്കെയും അതിലുണ്ടായിരുന്നു. അവരെ അവഗണിക്കുന്നതും പുച്ഛിക്കുന്നതും പരിഹസിക്കുന്നതുമൊക്കെയും അവർ ഗുരു നാഗസൈരന്ധ്രി ദേവിയുടെ അടുക്കൽ വന്നു പറഞ്ഞു. പലരും അതിന് പോംവഴികൾ ദേവിയോട് ചോദിച്ചു. ചിലയിടത്തൊക്കെ ദേവി മൗനമായി നിന്നു. ചിലർക്കൊക്കെ എന്തൊക്കെയോ മറുപടികൾ കൊടുത്തു. എല്ലാം നിശബ്ദമായി ചിലപ്പോഴൊക്കെ കേട്ടുകൊണ്ടിരുന്ന ദേവിക്ക് മറുത്തൊന്നും തന്നെ പറയുവാൻ കഴിഞ്ഞില്ല. കാരണം എന്തു പറഞ്ഞാണ് ഇവരെ സമാധാനിപ്പിക്കേണ്ടത് എന്നറിയാൻ കഴിയാതെ വന്നു. അതേപോലെ ദേവിക്ക് മുന്നിലിരുന്ന് പലരും തേങ്ങി ഏങ്ങിക്കരഞ്ഞു. ദേവിയുടെ കാലുപിടിച്ചു കരഞ്ഞു ചിലർ. അവരുടെ ബന്ധുക്കളുടെ ക്രൂരമായ പ്രവർത്തികളെക്കുറിച്ച് പറഞ്ഞ്, ഓരോരുത്തരുടെയും കൂട്ടുകാരുടെ പ്രവർത്തികൾ പറഞ്ഞ്, ചിലരുടെ ഭർത്താക്കന്മാരുടെ പ്രവർത്തികൾ പറയും, ചിലർ ഭാര്യമാരുടെ പ്രവർത്തികൾ പറയും, ചിലർ തങ്ങളുടെ മക്കളെ കൊണ്ട് അവർക്കുണ്ടാകുന്ന ദുഃഖങ്ങളെക്കുറിച്ച് പറയും. ഓരോരുത്തരും അങ്ങനെ പറഞ്ഞു. ചിലർ തങ്ങളുടെ അയൽക്കാരെ കൊണ്ട് പൊറുതി മുട്ടുന്നത് പറയും. ഓരോന്നും ദേവിയുടെ ഓരോരുത്തരും തൻ്റെ ജീവിതത്തിൽ അനുഭവപ്പെടുന്ന ഓരോ കാര്യങ്ങളും ദേവിയുടെ മുന്നിൽ വന്നിരുന്ന് പറയുമ്പോൾ ദേവി അതെല്ലാം കേൾക്കും. അല്ലാതെ എന്തു പറയുവാൻ. ചിലർ തങ്ങളുടെ കാമുകിയുമൊത്തുള്ള നിമിഷങ്ങൾ പറയും. അതിൽ സുഖവും ദുഃഖവും കണ്ടെത്തുന്ന നിമിഷങ്ങളെ കുറിച്ച് പറയും. ചിലർ തൻ്റെ കാമുകനെ കുറിച്ച്. അങ്ങനെ ചിലർ തങ്ങളുടെ ഓമന മൃഗങ്ങളെക്കുറിച്ച്, പക്ഷികളെക്കുറിച്ച്, വൃക്ഷലതാദികളെക്കുറിച്ച്, അങ്ങനെ. ഒടുവിൽ ദേവി എല്ലാം കേട്ട് ഇങ്ങനെ ഇരിക്കും, മൗനിയെപ്പോലെ നിശബ്ദമായി. എന്നാൽ ഒരിക്കൽ ദേവി തൻ്റെ ദുഃഖങ്ങളും പ്രയാസങ്ങളും വന്നപ്പോൾ അത് തുറന്നു പറഞ്ഞപ്പോൾ, അത്ര നാളും ദേവിയോട് പലതും പറഞ്ഞവരൊക്കെയും ദേവിക്കെതിരായി മാറി. ദേവിയോട് കലിപ്പായി. കലിപ്പ് കൊണ്ട് അവർ ദേവിയെ ഒറ്റപ്പെടുത്തുവാനും പരിഹസിക്കുവാനും അവഗണിക്കുവാനും തുടങ്ങി. അവർ ദേവിയെ ഒറ്റയ്ക്കും കൂട്ടമായും പരിഹസിച്ചു. ദേവിയെ ജയിലിൽ പിടിച്ചിടണമെന്നും തുറുങ്കിലടയ്ക്കണമെന്നും അവിടെ വെച്ച് ശിക്ഷിക്കണമെന്നും പറഞ്ഞു. ദേവി അവഗണിച്ചു, പരിഹസിച്ചു, ഒറ്റപ്പെടുത്തി. ഈ വലിയ സമൂഹത്തിലായിരുന്നു ഇത് നടന്നത്, വലിയൊരു ലോകത്ത്.
എന്നാൽ ഒരിക്കൽ പോലും അവരൊക്കെ വന്ന് ദേവിയോട് അവരുടെ ഓരോരുത്തരെയും കഥകൾ പറഞ്ഞപ്പോൾ ദേവി ഇവരെ ശിക്ഷിക്കണമെന്നോ പോലീസിൽ കേസ് കൊടുക്കണമെന്നോ ഇവരുടെ കഥകൾ പറഞ്ഞ് ദേവിയുടെ മനസ്സിൻ്റെ നിയന്ത്രണം തെറ്റിക്കുന്നുവെന്നോ ഒന്നും ദേവി പറഞ്ഞില്ല. ആരുടെയും പേരിൽ പോലീസിൽ പരാതി കൊടുക്കാൻ പോയില്ല. ദേവി എല്ലാം കേട്ടിരുന്നു, എല്ലാം സശ്രദ്ധം കേട്ടിരുന്നു. എന്നാൽ തിരിച്ച് ദേവിക്കൊരു സങ്കടം വന്നപ്പോൾ ദേവിയുടെ ആവശ്യങ്ങൾ ദേവിയോട് ഓരോന്നോരോന്നായി പറഞ്ഞപ്പോൾ ദേവി എല്ലാവർക്കും അപ്രിയയായി മാറി. ദേവിയുടെ ദുഃഖങ്ങൾ കേട്ട് പലരും ദേവിയെ കളിയാക്കി. ദേവിയുടെ സങ്കടങ്ങളും ദുഃഖങ്ങളും ദരിദ്രമായ അവസ്ഥകളും ദേവി പറഞ്ഞപ്പോൾ ആ ദരിദ്രമായ അവസ്ഥയെ കളിയാക്കുകയും പുച്ഛിക്കുകയും പരിഹസിക്കുകയും ചെയ്തു. ദേവി ദരിദ്രയാണെന്നും നല്ല മണിമാളികകളില്ലെന്നും ദേവിയെ പറഞ്ഞ് പരിഹസിച്ച് അകറ്റി മാറ്റി നിർത്തി. എല്ലാവർക്കും മുന്നിലും ദേവി ഒറ്റപ്പെട്ടവളായി. ദേവി എല്ലാം തുറന്നു പറയാൻ തുടങ്ങിയപ്പോൾ എല്ലാവർക്കും മുന്നിലും ദേവി ഒറ്റപ്പെട്ടവളായി മാറി. ആ തുറന്നു പറച്ചിലായിരുന്നു എല്ലാത്തിൻ്റെ സത്യങ്ങളെന്ന്, ആ സത്യങ്ങളെ കണ്ടെത്തുകയായിരുന്നു അതിന് ദേവിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുമായിരുന്നുള്ളൂ. ഇത്തരമൊരു കാര്യങ്ങളിലൂടെ മെല്ലെ മെല്ലെ കൊണ്ടുവരാൻ മാത്രമേ സാധിക്കുകയായിരുന്നു എന്ന് ഓരോ ആളുകളിലേക്കും ദേവി പകർന്നു നൽകി. എന്നാൽ അതൊന്നും കേൾക്കുവാനോ ചെവി കൊള്ളുവാനോ ആരും തയ്യാറായില്ല. അത്ര നാളും അവരുടെയൊക്കെ വാക്കുകളെ ദേവി കേട്ടിരുന്നു. എന്നാൽ ദേവിയുടെ വാക്കുകളെ കേൾക്കുമ്പോൾ എല്ലാവരും കളിയാക്കി. ലോകം ഒന്നടങ്കം പരിഹസിച്ചു. ആവുന്നത്ര ദേവിയെ വാക്കുകൾ കൊണ്ട് പറഞ്ഞ് ശിക്ഷിക്കാൻ ശ്രമിച്ചു കൊണ്ടേയിരുന്നു. ആദ്യമൊക്കെ ദേവി അതിന് അവരുടെ ആ ശിക്ഷകളെ കുറിച്ച് അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ ദേവി വളരെ ക്രൂരമായ വാക്കുകൾ കൊണ്ട് പറയുവാൻ ശ്രമിച്ചു. ഒടുവിൽ ദേവി ജ്ഞാനമാർഗത്തിലൂടെ അവരോട് പറഞ്ഞു, നിങ്ങൾ എന്താണോ പറയുന്നത് അത് നിങ്ങൾക്ക് തന്നെ വിനയായി തീരുന്നു, നിങ്ങളുടെ ഇന്ദ്രിയങ്ങൾക്ക് തന്നെ അത് വിനയായി തീരുന്നു എന്ന്. ദേവിയുടെ മാതാവ് ദേവിയുടെ ശരീരം വാർത്തെടുത്ത അല്ലെങ്കിൽ ദേവിയുടെ ശരീരം മറ്റൊരു ദേഹത്ത് നിന്നും വന്ന് അതിനെ മാതാവെന്ന് വിളിക്കപ്പെടുന്നു. മനുഷ്യർ ദേവിയുടെ അമ്മ പുറത്തേക്ക് പോകുമ്പോൾ ആ അമ്മയെ നോക്കി പലരും പലതും പറയുവാൻ തുടങ്ങി. ദേവിയെക്കുറിച്ച് പറഞ്ഞ് കളിയാക്കുവാനും പരിഹസിക്കുവാനും തുടങ്ങി. പാവം അമ്മ എന്തു പിഴച്ചു? അമ്മ ചെയ്തത് പുണ്യമായ പ്രവൃത്തിയായിരുന്നു. ദേവിയെ ഈ ലോകത്തിന് നൽകിയ ഒരു പുണ്യവതിയായിരുന്നു അമ്മ. അതിന് കാരണഭൂതനായ പിതാവും. അത് ദേവിക്ക് മാത്രം അറിയുന്ന സത്യമായിരുന്നു. ദേവിയുടെ അമ്മയെ ആളുകൾ പരിഹസിക്കുവാനും ദേവിയെക്കുറിച്ച് പറഞ്ഞ് നാണക്കെടുത്തുവാനും തുടങ്ങി. പക്ഷെ അതൊക്കെയും
അവരുടെ ഉള്ളുകളിൽ വന്ന നാണക്കേടുകളായിരുന്നു. ദേവിയെക്കുറിച്ച് മോശപ്പെട്ടവൾ എന്നു പറഞ്ഞവരുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ മോശപ്പെട്ട അനേകം ജീവിത അനുഭവങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് അവരാരും തന്നെ തിരിച്ചറിഞ്ഞില്ല. ദേവി ആരൊക്കെ മോശപ്പെട്ടവൾ എന്ന് പറഞ്ഞുവോ അവരുടെയൊക്കെ ജീവിതവും അതേ മോശപ്പെട്ട രീതിയിലുള്ളവയായിരുന്നു എന്ന് അവർ തിരിച്ചറിഞ്ഞില്ല. ദേവിയുടെ അമ്മയെ ആളുകൾ, ഓരോ മനുഷ്യനും ദേവിയെക്കുറിച്ച് മാത്രം ചോദിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ ആ അമ്മയെക്കുറിച്ച് ആരും ചോദിച്ചില്ല. ആഹാരം കഴിച്ചുവോ? വസ്ത്രമുണ്ടോ? എന്നൊന്നും ചോദിച്ചില്ല. പകരം ദേവിയെക്കുറിച്ചായിരുന്നു ചോദിച്ചത് മുഴുവൻ. എന്നിട്ട് വേദനിപ്പിച്ചുകൊണ്ടേയിരുന്നു. ആ സുഖം അവർ അനുഭവിച്ചു കൊണ്ടേയിരുന്നു. ദേവിക്ക് അതൊക്കെ അറിയാമായിരുന്നു. മറ്റൊരാളെ വേദനിപ്പിച്ച് സുഖം കണ്ടെത്തുന്ന മനുഷ്യരുടെ ആ ആത്മാവിനെ അല്ലെങ്കിൽ അവരുടെ ആ മനോവികാരത്തെ മനസ്സിലാക്കുവാൻ ദേവിക്ക് കഴിയുമായിരുന്നു. മറ്റൊരാളെ വേദനിപ്പിച്ച് സുഖം കണ്ടെത്തുന്ന മനുഷ്യർ, എന്നാൽ അതൊരു സുഖമല്ല, അത് മെല്ലെ മെല്ലെ അവർക്ക് തന്നെ ദുഃഖമായി തീരുമെന്ന് അവരാരും തന്നെ കരുതിയില്ല. കാരണം ദേവിക്ക് അതൊക്കെ അറിയാമായിരുന്നു. പലപ്പോഴും ദേവിയുടെ അമ്മ ദേവിയോട് അതുകൊണ്ട് പറഞ്ഞു. ദേവി എപ്പോൾ പറയും, ചിലപ്പോൾ ദേഷ്യത്തോടെ പറയും, ചിലപ്പോൾ അടുക്കൽ പിടിച്ചിരുത്തി പറയും. എന്തിനാണ് ഇത്തരം ആളുകളുടെ വാക്കുകൾ കേൾക്കാൻ നിന്നു കൊടുക്കുന്നത്? ഇങ്ങ് പോന്നൂടെ? എന്തിനാണ് അവരുടെ അടുക്കിലേക്ക് ചെന്ന് ഇത്തരം വാക്കുകൾക്ക് ചെവി കൊടുക്കുന്നത്? അവർ എന്നെപ്പറ്റി ചോദിക്കുമ്പോൾ മെല്ലെ അവിടുന്ന് ഇങ്ങി മാറുക. അത് കേൾക്കുവാനായിട്ടിരിക്കരുത്. ദേവിയെക്കുറിച്ച് നിരന്തരം, അമ്മയെ കാണുമ്പോൾ ദേവിയെക്കുറിച്ച് നിരന്തരം പറഞ്ഞ് വേദനിപ്പിക്കുന്ന പല കൂട്ടരെയും ദേവിയുടെ അമ്മ ദേവിയോട് വന്ന് പറയും. അമ്മ പറയും, അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു. ദേവി പറയും, എന്തിനാണ് അത്ര ആളുകളുടെ അടുക്കൽ ചെല്ലുന്നത്? അത്രയും നികൃഷ്ടമായ ആളുകളുടെ അടുക്കൽ നിന്നും അവരുടെ വാക്കുകൾ കേൾക്കാതെ ഇനി പിന്മാറുക. അത്തരം ആളുകളുടെ ആ മോശപ്പെട്ട വാക്കുകൾ മോശമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ ആത്മാവിനെ അവരുടെ വാക്കുകൾ കേൾപ്പിച്ചു വ്രണപ്പെടുത്തുവാതിരിക്കുക. ആ വാക്കുകൾ നമ്മുടെ ആത്മാവിനെ ഹിതകരമല്ലെങ്കിൽ ആ ആത്മാവിനെ അത് കേൾപ്പിക്കാതിരിക്കുക. ആ ശരീരത്തെ അത് കേൾപ്പിക്കാതിരിക്കുക. ആ ശരീരത്തിലെ ഇന്ദ്രിയങ്ങളെ അത് കേൾപ്പിക്കാതിരിക്കുക. ഇങ്ങ് പോരുക. അത്തരം ആളുകളുടെ അടുക്കൽ നിന്നും പിന്മാറുക എന്ന് ദേവി അമ്മയോട് പറഞ്ഞു കൊടുക്കും. മെല്ലെ മെല്ലെ ദേവിയുടെ അമ്മയ്ക്ക് അത് ബോധ്യപ്പെടും. എത്രയോ ജോലികൾ അമ്മയ്ക്കറിയാം. ദേവിയുടെ അമ്മ നന്നായി തുണികൾ തുന്നും, നന്നായി പടം വരയ്ക്കും, നന്നായി കൃഷിപ്പണി ചെയ്യും, നന്നായി പൂന്തോട്ടം ഉണ്ടാക്കും, നന്നായി ചിത്രത്തുന്നലുകൾ ചെയ്യും, പടം വരയ്ക്കും, പാട്ട് പാടും, എഴുതും, കവിതകൾ എഴുതും, നന്നായി പൂന്തോട്ടം ഉണ്ടാക്കും, നന്നായി പൂമാല കെട്ടും.
വളരെ ഭംഗിയായി എല്ലാ കഴിവിൻ്റെ ഉറവിടമാണ് ദേവിയുടെ അമ്മ. എന്നിട്ടും ആ കഴിവുകളെ അല്ലെങ്കിൽ അത്തരം പ്രവർത്തികളെ ചെയ്യാതെ എന്തിനാണ് ഇത്തരം ആളുകളുടെ വാക്കുകളെ കേൾക്കുവാൻ വേണ്ടി അവിടെ പോകുന്നത് എന്ന് ദേവി ചോദിക്കും. ആരുടെ അടുക്കിലേക്ക് പോകരുത്, ദേവിയെക്കുറിച്ച് പറയുന്ന ആ വാക്കുകൾ ഹിതകരമല്ലെങ്കിൽ അവിടെ പോയി ചെന്നത് കേൾക്കരുത് എന്ന്. ഇപ്പോൾ ദേവിയുടെ അമ്മ അങ്ങനെയുള്ളവരുടെ അടുക്കിലേക്ക് പോകാറില്ല. ദേവിയുടെ അമ്മയെ ചിലരൊക്കെ വിളിച്ചിരിക്കും. എന്തിനാണ് അങ്ങനെ വിളിക്കുന്നത്? ദേവിയുടെ അമ്മ നന്നായി ജോലി ചെയ്യും. അവരൊക്കെ ദേവിയുടെ അമ്മയെ വിളിച്ച് ജോലി ചെയ്യിപ്പിക്കാനാണ്. ജോലിയും ചെയ്യിപ്പിക്കും. എന്നിട്ട് മകളെക്കുറിച്ച് അവർക്ക് തോന്നുന്ന, അവരുടെ ഉള്ളിൽ തോന്നുന്ന ദുഷിപ്പുകൾ ഇറക്കി വയ്ക്കുകയും ചെയ്യും. അതെന്തിന് കേൾക്കണം? സ്വന്തം അധ്വാനം മറ്റൊരിടത്ത് കളഞ്ഞ് അവർക്ക് ജോലിയും ചെയ്തു കൊടുക്കുന്നു. എന്നിട്ട് ഇത്തരം ദുഷിപ്പുകളും അവിടെ നിന്ന് കേൾക്കുന്നു. എന്തിനാണ് അത് പോകുന്നത്? എന്തിനു വേണ്ടി അത് കേൾക്കണമെന്ന് ദേവി ചോദിച്ചു. എന്തായാലും ഇപ്പോഴങ്ങനെ പോകാറില്ല എങ്ങോട്ടും, ആരുടെ അടുക്കിലേക്കും. പകരം അനേകം ആളുകൾ ഇവിടേക്ക് വരുന്നു. ഇവിടേക്ക് വന്ന് ദേവിയുടെ അമ്മയെ കാണുന്നു, കേൾക്കുന്നു. ആദ്യമൊക്കെ ദേവിയുടെ അമ്മയ്ക്ക് എതിർപ്പായിരുന്നു. ഇപ്പോൾ ഓരോരുത്തരും ദേവിയുടെ അമ്മയെ കാണാൻ ഇവിടെ വരുന്നു, സഹോദരനെ കാണാൻ വരുന്നു. ഇതൊക്കെ തന്നെയും ദേവിക്ക് ഒരുപാട് സന്തോഷം നൽകുന്നുണ്ട്. ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങളുണ്ടായി. എങ്കിലും ചില ആളുകൾക്കൊന്നും മാറ്റങ്ങൾ ഉണ്ടായിട്ടില്ല. അവരെ മാറ്റിയെടുക്കാൻ തയ്യാറുമല്ല. അവർ സ്വയം മാറട്ടെ. ദേവിക്ക് കൊണ്ടുവരുന്ന സമ്മാനങ്ങളേറെയും ദേവി അമ്മയ്ക്കും സഹോദരനും സുൽത്താനും ദേവിയുടെ ഇവിടെ വന്നെത്തുന്ന കൂട്ടുകാർക്കും പങ്കിട്ട് കൊടുക്കും. അല്ലാതെ ദേവിക്ക് എന്തിനാണ് പലരും പലയിടത്തുനിന്നും കൊണ്ടുവരുന്ന സമ്മാനങ്ങൾ അത്രയും? ഓരോരുത്തരും പണവും വസ്ത്രവും ധാന്യവും പഴങ്ങളുമായിട്ടൊക്കെ ദേവിയെ കാണാൻ വരും. ദേവി അത് തനിക്കെടുത്തതിൻ്റെ പങ്കിൽ പലതും ഇവിടെ വരുന്ന മറ്റുള്ളവർക്ക് കൊടുക്കും. ദേവിക്ക് എല്ലാം കൂടി കഴിയില്ലല്ലോ, കഴിക്കാനും ഒന്നും. ദേവിയുടെ മാത്രം ലോകം ഇവിടെ തീർന്നിരിക്കുകയാണ്. അറിഞ്ഞ സത്യങ്ങളൊക്കെയും ഇവിടെ പകർന്നു വയ്ക്കുമ്പോൾ അതിലൊക്കെയും ഇവിടെ തന്നെയുള്ള മനുഷ്യരും ഉൾപ്പെടുന്നു. അവിടെ ഒളിമറകളില്ല. ദേവിയുടെ അടുക്കിലേക്ക് എത്തുന്ന ഓരോരുത്തരും ഓരോ മാതാവിൻ്റെ മക്കളാണെന്ന് തിരിച്ചറിയുന്നു ദേവി. ആ സത്യത്തെ ദേവി ഇവിടെ പകർന്നു വയ്ക്കുന്നു. ഇവിടേക്കെത്തുന്ന എല്ലാവരും ഒരമ്മയുടെ മക്കൾ. അതെ, ആ യാഥാർത്ഥ്യം ഇവിടെ തുറന്നു പറയുകയാണ്. ഒരമ്മയുടെ മക്കളായിട്ടാണ് ദേവിക്ക് ദർശനം കിട്ടുന്നത്. അപ്പോൾ ചോദിക്കും, പിതാവ് ആരാണെന്ന്. പ്രകേളിക പോലെ അതങ്ങനെ നിൽക്കും. അതൊക്കെ തുറന്നു പറയുകയാണെങ്കിൽ മനുഷ്യർ വീണ്ടും ദേവിയെ കുറ്റക്കാരാക്കി മാറ്റും. യേശുവിൻ്റെ പിതാവ് ആര് എന്ന് ചോദിക്കും പോലെയാകും.
ഇവിടെ വന്നെത്തുന്ന ഓരോ മനുഷ്യരുടെയും മാതാവ് ഒന്നു തന്നെയാണ്. അപ്പോൾ പിതാവ് ആരാണ്? ഇനി ഇവിടെ വന്നെത്താത്ത മനുഷ്യരാകട്ടെ, ഈ ലോകത്തുള്ള നാനാഭാഗങ്ങളിലുള്ളവരാകട്ടെ, ദേവിയെ അവഗണിക്കുന്നവരും പരിഹസിക്കുന്നവരും ഒക്കെയും ഈ ലോകത്തുണ്ട്. അതുപോലെ ഇഷ്ടപ്പെടുന്നവരുമുണ്ട്. ആ ഇഷ്ടപ്പെടുന്നവർക്കും പരിഹസിക്കുകയൊക്കെ ചെയ്യുന്നവർക്കുമൊക്കെയും അവരുടെ എല്ലാവരുടെയും മാതാവ് ഒന്നു തന്നെയാണ്. ദേവിയെ പരിഹസിക്കുന്നവരുടെ മാതാവും ഒന്നു തന്നെ. ദേവിയെ ഇഷ്ടപ്പെടുന്നവരുടെ മാതാവും ഒന്നു തന്നെ. ലോകമാതാവ് ഒന്നു തന്നെയാണ്. അപ്പോൾ പിതാവ് ആരാണ്? ഖുർആനിലും ബൈബിളിലും ഭഗവത്ഗീതയിലുമുള്ള ആ ഒന്ന് തന്നെയാണ് ഈ ലോകത്ത് നിറങ്ങി നിൽക്കുന്ന ഒരാത്മാവ് എന്ന് മനസ്സിലാക്കി കൊടുക്കുവാൻ, ആ ആത്മാവ് തന്നെയാണ് ദേഹം എന്ന് മനസ്സിലാക്കി കൊടുക്കുവാൻ ദേവിക്ക് ഇത്രയും കാലങ്ങൾ വേണ്ടി വന്നു. അതിന് ദേവി അനുഭവിച്ച സുഖങ്ങളും ദുഃഖങ്ങളും ഒക്കെയും ദേവി ഇവിടെ പകർന്നു വെച്ചു. ആ കൊടും വേദനകൾ ദേവി സുഖമുള്ളതാക്കി മാറ്റി. ആ കൊടും യാതനകൾ ദേവി സുഖമുള്ളതാക്കി തീർത്തു. മറ്റുള്ളവരാൽ പീഡിതയാകുമ്പോഴും മറ്റുള്ളവർ ദേവിയെ പീഡിതയാക്കാൻ ശ്രമിപ്പിക്കുമ്പോഴും ദേവി അതൊക്കെ തന്നെയും പുഞ്ചിരിയോടുകൂടി നേരിട്ടു. ചിലപ്പോൾ ദേഷ്യപ്പെട്ടു, എങ്കിലും ദേവി സമാധാനിക്കുന്നു. സത്യങ്ങൾ ഇവിടെ വരച്ചിടുവാൻ എല്ലാ മഹാത്മാരും കുറച്ച് പീഡനം അനുഭവിക്കുന്നതാണ്. പിന്നീട് തോന്നും ഇതൊക്കെയും പീഡനമായിരുന്നില്ല, സുന്ദരമായിരുന്നു എന്ന്. പീഡനം ആരെ ഏൽപ്പിക്കാൻ ശ്രമിക്കുന്നുവോ അവർ ഇനി ശാരീരികവും മാനസികവുമായ പീഡകൾ അവർ തന്നെ ഏറ്റുവാങ്ങുകയാണ്. ഇവിടെ നിർത്തുന്നു ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ ജീവിക്കൽ. ഇനി സ്വതന്ത്രയാവുകയാണ് ഞാൻ എല്ലാത്തിൽ നിന്നും. ഈ ദേഹത്തിൻ്റെ ജീവിതഘട്ടം ഇവിടെ തീർന്നിരിക്കുന്നു. ദേവിയുടെ ആത്മാവിനെ ഇനി നിങ്ങൾ ഓരോരുത്തരും കാണുകയാണ്, കേൾക്കുകയാണ്. ഇവിടെ തീർന്നിരിക്കുന്നു എല്ലാം. ജീവിതം ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ദേവിയുടെ ജീവിതം എല്ലാത്തിൽ നിന്നും ഇനി സ്വതന്ത്രമായൊരു ജീവിതം. ഇനി ഞാനൊന്ന് വിശ്രമിക്കട്ടെ. ഇനി നിങ്ങൾ ജോലി എടുക്കൂ. എല്ലാ മഹാത്മാരും ഇങ്ങനെ തന്നെ ആയിരുന്നുവെന്ന് ദേവി ഇപ്പോൾ മനസ്സിലാക്കുന്നു. ചില സത്യങ്ങൾ ഇവിടെ പറഞ്ഞു വെക്കണമെങ്കിൽ അവരൊക്കെ അറിഞ്ഞ ആ ദർശനങ്ങൾ ഏതെല്ലാം വിധത്തിലൂടെ പകർന്നു വെക്കേണ്ടി വരുന്നു. മഹാത്മാക്കളെ, നിങ്ങൾക്ക് നമസ്കാരം. ഇവിടെ പലതും പറഞ്ഞു വെക്കുന്ന മഹാത്മാക്കളെ, നിങ്ങൾക്ക് നമസ്കാരം. നിങ്ങളും തുടരുക. ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. എല്ലാം പറഞ്ഞു ഞാൻ. ഇനി സ്വതന്ത്രമായി ആത്മാവിനെ
അവരിലേക്ക് തന്നെ വിടുകയാണ്. ഇത്ര കാലവും അവരുടെ ദേഹത്തുള്ള ആത്മാവ് എന്നെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇനി ഞാൻ ആ ആത്മാവിനെ അവർക്ക് തന്നെ കൊടുക്കുകയാണ്. എന്നെ നോക്കിക്കൊണ്ടിരുന്ന, ദേവിയെ നോക്കിക്കൊണ്ടിരുന്ന ഗുരുനാഗ സൈരന്ധ്രി ദേവിയുടെ ദേഹത്തെയും ആത്മാവിനെയും നോക്കിക്കൊണ്ടിരുന്ന അവരുടെ ആത്മാക്കളെ ഞാൻ അവരുടെ ദേഹത്തേക്ക് തന്നെ സമർപ്പിക്കുന്നു. കാണട്ടെ അവരുടെ ദേഹത്തിൻ്റെ ഇപ്പോഴുള്ള അവസ്ഥ. ധ്യാനവും ജ്ഞാനവും യോഗയും കൈകൊണ്ട അവരുടെ ഓരോരുത്തരുടെയും ശരീരത്തെ അവർ കാണട്ടെ. ശരീരവും ആത്മാവും ഒന്നു ചേർന്ന് പ്രവർത്തിക്കാൻ ശ്രമിക്കുന്ന അവരുടെ ജീവിത യാഥാർത്ഥ്യത്തെ ഓരോരുത്തരും തിരിച്ചറിയട്ടെ. ദേവിയുടെ പിതാവിനോടും സഹോദരനോടും മാതാവിനോടും സുൽത്താനോടും ദേവി ഇഷ്ടപ്പെട്ടവരോടുമൊക്കെയും ചെയ്തിട്ടുള്ള മനുഷ്യരുടെ ആത്മാവ് അവരെ തന്നെ അറിയാൻ ശ്രമിക്കട്ടെ. അവരുടെ ദേഹത്തെ അറിയാൻ ശ്രമിക്കട്ടെ. ദേവിയെ വേദനിപ്പിക്കാൻ ശ്രമിച്ചവർക്കൊക്കെയും അവരോടൊക്കെയും ദേവിക്ക് ആനന്ദം മാത്രമേ കൊടുക്കുവാനുള്ളൂ. അവർക്കൊക്കെയും ദേവിക്ക് കൊടുക്കുവാനുള്ളത് ഒന്ന് മാത്രം. എല്ലാവർക്കും ദേവി നന്ദി പറയുന്നു. കാരണം ഇനി നിങ്ങളാണ് അനുഭവിക്കേണ്ടത്. നിങ്ങൾ പറഞ്ഞു വെച്ചതും പ്രവർത്തിച്ചതുമൊക്കെയും നിങ്ങൾ അനുഭവിക്കൂ. ദേവി ഇത്രകാലം നോക്കിക്കൊണ്ടിരുന്നില്ലേ? ഇനി നിങ്ങളുടെ ശരീരത്തെ, നിങ്ങളുടെ ദേഹത്തിൻ്റെ അവസ്ഥയെ, നിങ്ങളുടെ ദേഹത്തിലെ ഓരോ ദ്രവങ്ങളെയും, ആണാകട്ടെ പെണ്ണാകട്ടെ, നിങ്ങളുടെ ശരീരത്തിലൂടെ ഒഴുകുന്ന ദ്രവങ്ങൾ, വിയർപ്പ്, രക്തം, മാംസം, മജ്ജ, അസ്ഥികൾ ഒക്കെയും നിങ്ങൾ നോക്കൂ. നരമ്പുകൾ, മുടി, നഖം, കണ്ണ്, മൂക്ക് ഒക്കെയും നിങ്ങൾ നോക്കൂ. നിങ്ങളുടെ ആത്മാവ് നിങ്ങളുടെ ദേഹത്തെ മാത്രം നോക്കിക്കാണട്ടെ. ഇത്രകാലം ദേവിയുടെ ദേഹത്തെയല്ലേ നിങ്ങൾ നോക്കിയതും കണ്ടതും കേട്ടതുമൊക്കെ. ഇനി നിങ്ങൾ നിങ്ങളുടെ വാക്കുകളെ ശ്രവിക്കുക. ദേവിക്ക് എല്ലാവരോടും നന്ദി മാത്രം. എല്ലാവരോടും ദേവിക്ക് ആനന്ദമാണ്, സർവാനന്ദം. അതെ, ദേവി കരുതിയിരുന്നു ദേവിക്കെല്ലാം നഷ്ടപ്പെട്ടു എന്ന്. ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. എല്ലാം ദേവിയിൽ തന്നെയുണ്ട്. ലോകമേ, നിനക്ക് നമസ്കാരം. ലോകത്തിൻ്റെ കിടപ്പും ഇരിപ്പും നിൽപ്പും എനിക്ക് കാട്ടിത്തന്ന നിത്യചൈതന്യമേ, നിനക്ക് നമസ്കാരം. നിന്നെ എന്തു പേരിട്ട് വിളിക്കണമെന്ന് എനിക്കറിയില്ല. നിനക്ക് ഞാനൊരു പേരിടുന്നു. ഒരുപാട് പേരുണ്ട്. വിശ്വസ്വരൂപമേ, വിശ്വരൂപമേ, നിനക്ക് നമസ്കാരം. ഗുരുനാഗ സൈരന്ധ്രി ദേവി നമസ്കാരം. ആത്മാനന്ദ ദേവി, അമൃതമേ, അമൃതമേ, നിനക്ക് നമസ്കാരം. എർത്ത് സ്കൈ ദേവി, സുൽത്താന ദേവി, യശാദേവി, ശില്പിണി ദേവി, ഭൂമി, നിനക്ക് നമസ്കാരം. പ്രപഞ്ചമേ, ആകാശമേ, മണ്ണേ, വിണ്ണേ, തെന്നലുകളെ, നിങ്ങൾക്ക് നമസ്കാരം. എൻ്റെ ഹൃദയമേ, കരളെ, കണ്ണേ, എൻ്റെ വിരലുകളെ, കൈകാലുകളെ,
നിങ്ങൾക്ക് നമസ്കാരം. നോക്കൂ, ഞാനിപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ പറയുമ്പോഴേ എൻ്റെ തൊട്ടടുത്ത് കൂടി ഒരു ഇഴജന്തു ഇഴഞ്ഞു പോകുന്നു. ഇഴജന്തുവേ, നിനക്കും നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ഉറുമ്പുകളെ, നിനക്ക് നമസ്കാരം. എല്ലാവർക്കും ചിത്രമേ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം.